ഹലോ ഗായ്സ്, ദിസ് ഈസ് ഹോമി സാപ്പിയൻസ്. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മുടെ മലയങ്കിലെ ആറാട്ട് കാണാനാണ് വന്നിരിക്കുന്നത്. സോ അതിലെ കാഴ്ചയിലേക്ക് പോകാം. ഇതിൽ കണ്ടു, ഇതിൽ പതിയുന്നുണ്ട്. മലയങ്കിഴി ഇലക്ട്രിസിറ്റി ഓഫീസിൽ അവർ ഒരുക്കിയിരിക്കുന്ന മനോഹരമായ കാഴ്ചകളാണ് ഇതൊക്കെ. ഇലക്ട്രിസിറ്റി ഓഫീസിൽ കണ്ട പരിപാടി കൊള്ളായിരുന്നു. അവിടെ കൊള്ളായിരുന്നു. അല്ല, അവിടുത്തെ ഓഫീസേഴ്സ് ആയാലും വളരെ സ്നേഹത്തോടെ നമ്മൾ സംസാരിച്ചത് അല്ലേ. നമ്മളെ കോപ്പറേറ്റ് നമ്മളെ ഇൻവൈറ്റ് ചെയ്തു. വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാൻ പറഞ്ഞു. അവർ നല്ലപോലെ സഹകരിച്ചു നമ്മളോടെ. നമ്മളിനി അങ്ങോട്ട് പോകും. നല്ല മാറ്റം ഉണ്ടല്ലേ ശരിക്കും. കാണുമ്പോൾ ഇറങ്ങി പോടാന്ന് പറയാതെ നമ്മൾ വെളിയിൽ നിന്നപ്പോൾ തന്നെ വന്ന് അതിന് ഓഫീസിൽ ഒരാൾ വന്ന് അകത്തുള്ള വീഡിയോസ് ഒക്കെ എടുക്കുക, നമ്മൾ അലങ്കരിച്ചിരിക്കുന്ന നമുക്കൊരു സന്തോഷം. മതി. ഹലോ സോപ്പൂസ്, എങ്ങനെയുണ്ട് നമ്മുടെ ആറാട്ടിന്? വളരെ നന്നായി പോകുന്നു. നമ്മളിപ്പോൾ നിൽക്കുന്നത് കറക്റ്റ് മലയങ്കിഴി ജംഗ്ഷനിലാണ്. ഇവിടെയാണ് അടുത്ത ആന പോയിട്ട് തിരിച്ചു വരുന്നത്. കഴിഞ്ഞ വർഷത്തെ കണ്ടി തിരക്ക് കുറഞ്ഞതുപോലെ വല്ലതും തോന്നുന്നുണ്ടോ? കഴിഞ്ഞ പിന്നെ ഡാൻസ് ഡാൻസ് വേണ്ട. ഒന്നുമില്ലേ? ആൾക്കാരില്ല, കളിപ്പാട്ടില്ലേ? ഇത്രയും കളിപ്പാട്ടിരുന്നത് പോരാ എനിക്ക്. നമ്മൾ അങ്ങോട്ട് പോയല്ലേ. നമ്മൾ അങ്ങോട്ട് പോയിട്ട് നമ്മൾ അങ്ങോട്ട് കഴിച്ചു വിട്ടില്ല. ഭയങ്കര തിരക്ക്, നിൽക്കാൻ പറ്റില്ല. അമ്പലത്തിന്റെ സൈഡിൽ അമ്പലത്തിലോട്ടുള്ള എൻട്രൻസിലോട്ടും നല്ല തിരക്കുണ്ടായിരുന്നു. തോന്നുന്നു അവിടെ നല്ല വല്ല പരിപാടി നടപ്പുണ്ടായിരുന്നു. അതെ. ഞാനും ആസിയും ബിജു നീതു ആൻറ്റി നമ്മൾ റെജി ഉണ്ടായി നമ്മളെല്ലാവരും കൂടെയാണ് ആറാട്ട് കാണാൻ വന്നത്. പൊളിയാണ്. പക്ഷേ ഈ വർഷം നല്ല തിരക്കുമാണ്. പക്ഷേ നമ്മളിനി നേരെ പോയിട്ട് മലയങ്കിഴിലോട്ടാണ് പോകുന്നത്. അവിടുത്തെ തിരക്ക് നല്ല തിരക്കാണ്. ഞാൻ ആസി മുളകെ കൊടുക്കാം. ആനയെ കണ്ടു, പിന്നെ തെയ്യം കണ്ടു, നാടൻ പാട്ട് കേട്ടു. അത്രയേ ഉള്ളൂ. നമ്മളിപ്പോൾ എല്ലാവരും കൊണ്ട് നമുക്ക് ഇതിൻ്റെ പപ്പയുണ്ട്, അമ്മയുണ്ട്. ആറാട്ട് വളരെ മനോഹരമായിരുന്നു. നമ്മൾ ആനയെ കണ്ടു. അതുപോലെ തന്നെ മേപ്പക്കട ജംഗ്ഷനിലുള്ള നാടൻ പാട്ട് നമ്മൾ കണ്ട് ആസ്വദിച്ചു. എല്ലാം വളരെ ഭംഗിയായിട്ട്. നമ്മൾ ഇനി അടുത്ത ഭജന കാണാൻ പോവുകയാണ്. വളരെ മനോഹരമായിട്ട് നമ്മൾ എല്ലാം കണ്ടു. ആറാട്ട് അടിപൊളി.
ഫാമിലി ആയിട്ട് വന്നു. ചലഞ്ച് എന്ന് വെച്ചാൽ അനിൽ ചാടിയിട്ട് അവിടെ നിന്ന് തിരിച്ച് കയറിയാ അവന് നമ്മളെല്ലാരും കൂടെ 100 കൊടുക്കും. അപ്പുറത്ത് ആർക്കും ചാടാം. ഇവിടെ നിന്ന് ചാടിയിട്ട് അവിടെ നിന്ന് കയറണം. ഇവിടെ നിന്ന് അങ്ങോട്ട് ചാടണം, അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിച്ച് കയറാം, അവന് 100 കൊടുക്കും. എല്ലാരും കൂടെ ചേർന്ന് 100 രൂപ ജീപ്പ് അയച്ചു കൊടുക്കും. അതാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ എനിക്ക് തരാന്ന് പറഞ്ഞാൽ ഞാൻ ചാടി കയറാം. നിങ്ങൾ എനിക്ക് തരാന്നെങ്കിൽ ഞാൻ ചാടി കയറാം. 100 രൂപ ചലഞ്ച് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ? ഞാൻ ചെയ്യുന്നുണ്ട്. ഓക്കെ. ഇല്ല 50 150 150 ഇത് തന്നില്ലെങ്കിൽ എങ്ങനെയാണ് ഇവനെ കുറിച്ച് ഇവരാരും തന്നില്ലെങ്കിൽ ഞാൻ അതേപോലെ ചാടിയിട്ട് പിന്നീട് കയറും. അത് വേണ്ട. ചലഞ്ച് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഇത്രേ ഉള്ളൂ. നമ്മൾ 150 രൂപ കൊടുക്കും. പക്ഷെ ആ ജോബി ഇവിടെ നിന്ന് അവിടെ ചാടണം, എന്നിട്ട് തിരിച്ച് അതുപോലെ ഇങ്ങനെ തിരിച്ച് ചാടണം. ഓക്കെ. ചാടണം മീൻസ് ഒറ്റ ചാടത്തിൽ കയറണം. ഒറ്റ ചാടുന്ന അവിടെ നിന്ന് എനിക്ക് കുറച്ച് സ്റ്റെപ്പ് ഇട്ട് ചാടിയാലും കുഴപ്പമില്ലല്ലോ. കുഴപ്പമില്ല. പക്ഷെ അവിടെ നിന്ന് ചാടാന്ന് പറഞ്ഞാൽ ഇല്ല കുഴപ്പമില്ല. കുഴപ്പം ചാടിയിട്ട് കയറണേ. ഓ ഇവിടെ ഫുള്ള് നിരീക്ഷിക്കണം. അപ്പൂസൊക്കെ ഭയങ്കര നിരീക്ഷണം കേട്ടോ. ചെറിയ ചെറിയ പരിപാടി. ചാടട്ടാ ചാടട്ടാ. ചാടാൻ പോവുകയാണ്. എന്നെ കൊണ്ട് പറ്റും ചേട്ടാ. ഇത് പാറാ അവിടെ ടാസ്ക്. ഞാൻ പ്രസ് ചെയ്തോട്ടെ. എടാ എടുത്ത് പാട് കേട്ടാ. 150 രൂപയ്ക്ക് വേണ്ടിയുള്ള പോരാട്ടം. 150 രൂപയ്ക്കുള്ള പോരാട്ടം. ഇത് നമ്മുടെ പ്രിയപ്പെട്ട ജോബിയാണ് ആറാട്ട് കുഴിയിൽ. അനിന്റെ അരഞ്ഞാണ് കളഞ്ഞു. ചേട്ടാ ചലഞ്ച് അക്സെപ്റ്റ് ചെയ്തത് ഇനി അപ്പൊ കംപ്ലീറ്റ് ചെയ്തേ പറ്റുമോ? കംപ്ലീറ്റ് ചെയ്യാം. ഞാൻ റെഡിയാണ്. ഇവിടെ ചാടാം. അവിടെ അരഞ്ഞാണ് അരഞ്ഞാണ് എങ്ങനെ പോയത്? അരഞ്ഞാണ് എടുത്തു തരാവേ. അരഞ്ഞാണ് എടുത്തു തരാവേ. അരിഞ്ഞാണം കളഞ്ഞു. മാറ് മാറ്. പിടിച്ചിട്ടാണ് ഒരു ടച്ചും ഇല്ലായിരുന്നു. ഞാൻ ഒരൊറ്റ ബാക്കിന് വില ഉള്ളൊരു 50 രൂപ 150 രൂപ തരാന്ന് പറഞ്ഞു. 50 രൂപ ചൈക്ക് പൈസ കൊടുക്കാൻ വേണ്ടി 50 എല്ലാരും അയക്ക്. ഏത് കൂപ്പന്റെ പൈസ ഇത് കാണിക്ക്. നമുക്ക് എന്നാലേ വിശ്വസിക്കാം. ഞാനും അപ്പഴേ ചേട്ടാ നെറ്റ് ഞാൻ തരാം. ഓക്കെ പൈസ കിട്ടിയാ മതി. അതെ 3 കാണിച്ചു കൊടുത്തേക്ക്. 3 ചെയ്തു. ജിജോ ചേട്ടൻ ഞാൻ 50 രൂപയല്ല കൊടുക്കുന്നത്, 5000 രൂപയാണ് കൊടുക്കുന്നത്. 5000 രൂപ. ഞാൻ 100 നേടിയിരിക്കുന്നു. അയ്യോ അനില് ബാക്കിന് ഇതുവരെ വിലയില്ല. അല്ലേടൻ ചാടി നിങ്ങൾ കിട്ടൂലായിരുന്നു. 100 എനിക്ക് 100 പറഞ്ഞേടാ. ഇല്ല കാല് പോയിട്ടോ എന്റെ പൊന്നോ. കാല് പോയി. ചലഞ്ച് ചെയ്ത് 150 രൂപ കിട്ടിയിട്ടുണ്ട്. എന്താണ് അതിനെ പറ്റി 150 രൂപ കിട്ടിയിട്ടുണ്ട്. ഇതില് നിങ്ങൾക്ക് 150 രൂപയ്ക്ക് എന്തെങ്കിലും വാങ്ങിച്ചു തരാം. ഓക്കെ. ചലഞ്ച് ആദ്യം ഇറങ്ങിയപ്പം ചാടിയപ്പോൾ വലിയ കുഴപ്പമില്ല. ഇന്ന് തിരിച്ച് കയറിയപ്പം ചെറിയ പാടുണ്ടായിരുന്നു. ഇറങ്ങിയ പോലെയല്ല കയറാൻ. അതെ കുറച്ച് സ്ലിപ്പായി. എങ്കിലും
വളരെ മനോഹരമായിട്ട് നമ്മളത് complete നാറണ്ടെന്ന് വിചാരിച്ച് ഉള്ള ശക്തിയും ബലവും എല്ലാം എടുത്ത് ചാടി കയറി. സിംഗ് സോങ് ഫോർ ആറാട്ട്. ആറാട്ടിനാനകളെഴുന്നള്ളുന്നു ആനന്ദ അല്ലെങ്കിൽ ക്രിസ്ത്യൻ പാട്ടും കൂടെ പാടാം എങ്കിലും ഇത് കറക്റ്റ് ആവും. എന്നാ ഇത് പിടിച്ചോ. ഗാഗുൽത്താമലയിൽ നിന്നും നിലാപത്തിൻ മാറ്റൊലി കേട്ടു യേശുവിനെ ക്രൂശിലേറ്റുവാൻ നമ്മുടെ പഴയ റോട്ടിൽ ഞാൻ ചെയ്തു. നമ്മൾ യാദർശികമായി രണ്ടുപേരെ കണ്ടുപിട്ടിട്ടുണ്ട്. ആറാടിനെ പറ്റി എന്താണ് പറയാനുള്ളത്? സൂപ്പറാണ്, ഞാൻ കണ്ടില്ല ഇതുവരെ. അത് എപ്പോഴാണ് ചെറിയ ആന കളിയാ. ചെറിയ ആനയാ ആദ്യമായിട്ട് വെറൈറ്റി അവ പറഞ്ഞേണ്ട ചെറിയ ആനയെന്ന്. കൂടെ നിൽക്കുമ്പോൾ നിനക്ക് സന്തോഷമാണോ സങ്കടമാണോ? അവന് നല്ല കംഫർട്ട് എന്ന് തോന്നുന്നു കാര്യത്തിൽ. ഇങ്ങനെ നടക്കണം, എല്ലാരും നോക്കി നോക്കി. നിനക്കിപ്പോ എന്താണ് തോന്നണേ എന്നിട്ട് കൂടെ നിൽക്കുമ്പോ? പെണ്ണ് കിട്ടിയാ മതി, വേറെ ഒരു കഥകൾ ഉണ്ടാവരുത്. വേറെ ചീത്ത പേരുണ്ടാക്കുന്നതിന് മുമ്പ് കെട്ടിപ്പോണം. ഓ ഇവനെ ഒരിടത്തൂടെ പറഞ്ഞു വിടണം. അപ്പൊ അപ്പോഴും അശ്വിന്റെ ഭാവി സേഫ് ആക്കണമെന്നാണ് ചിന്ത. ആറാട്ടിനെ പറ്റി പറയൂ. ആറാട്ടിന് എന്തൊക്കെ കണ്ടു മക്കള്? എന്തൊക്കെ വാങ്ങിച്ചെന്ന് പറ. ബലൂണും 2 ബലൂൺ, എണ്ണമുള്ള 2 ബലൂൺ വാങ്ങിച്ചിരിക്കുകയാണ് ചാരു. ഓക്കെ. ആന താറാവ് വാങ്ങിച്ചു. വേറെ പിന്നെ ഐസ്ക്രീം ഒന്നും വാങ്ങിച്ചില്ല മക്കളെ? ഐസ്ക്രീം കുടിച്ചു. അടുത്ത് പിന്നെ ഓ ക്യാമറ വാങ്ങിച്ചു. എവിടെ മക്കളെ ക്യാമറ? ബാഗി ഇരിക്കണോ? ആനനെ കണ്ടാ? മൈലാഞ്ചിട്ടത് കാണിച്ചു കൊടുത്താണ് കയ്യില്. ഓക്കെയാണ്. നാളെ മക്കൾക്ക് നമ്മുടെ സ്കൂൾ നാളെ എടാ ഇതും കൂടെ അപ്പൂസേ, നാളെ ഹോളി ഏഞ്ചൽസിൽ ചാരുവിന് ഇന്റർവ്യൂ ഉള്ളതാണ്. LKG ക്ലാസ്സിലോട്ട് കയറാൻ വേണ്ടി എല്ലാവരും ആദ്യം മിണ്ടായിരുന്നാണ്. എല്ലാവരും ചാരുവിനൊരു ഓൾ ദ ബെസ്റ്റ് കൊടുത്തേ. ഇനി നമുക്ക് ചാരു ഹോളി ഏഞ്ചൽസിലായിരിക്കും പഠിക്കുന്നത്. ഓ ഗായ്സ്, പുതിയ ചെരുപ്പ് വാങ്ങിച്ചിരിക്കുകയാണ് ഗായ്സ്. ഹായ്, കൊള്ളാലോ ചാരു. ആറാട്ട് മുഴുവനായിട്ടും ഒരു അവലോകനം എന്ന് പറഞ്ഞാലും മുഴുവനായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് എന്ന് പറ. ആനയെ കണ്ട്, സ്റ്റേജും കണ്ട്, സംഭാവനകൾ വാങ്ങാൻ ഞങ്ങളോടൊപ്പം നടന്ന ഈ നാട്ടിലെ മറ്റൊരു കലാകാരൻ എന്നറിയപ്പെടുന്ന ആനയുടെ പ്രത്യേകതകൾ പറ. എന്നാൽ പോലും അദ്ദേഹം പിന്നെ എത്ര ആന പ്രതീക്ഷിച്ചു? ഞാനൊരു 11-12 സാധനങ്ങൾ വെക്കുന്ന ഇവിടുത്തെ ഗാനമേളയും ഡാൻസും ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? മറ്റേ കുട്ടി സാധനങ്ങൾ കളിച്ച സീനായിരുന്നു. സോനു എന്തുകൊണ്ട് സോനുന്റെ കഴിവിടെ എടുക്കാത്ത? അത് ഞാൻ അങ്ങനെ കഴിവ് പുറത്തെടുക്കാറില്ലേ? ചില കഴിവുകൾ മനസ്സിലാത്ത് വെച്ചേക്ക്. ഹലോ ഗൈസ്, ദിസ് ഈസ് ഹോമി സാപ്പിയൻസ്. നമ്മളിന്ന് ഇവിടെ നിൽക്കുന്നത് നമ്മുടെ മലയ്ക്കീഴ് അയ്യോ മുമ്പിൽ ഒരു കയ്യടിയാണ്.